അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി മൊഡ്യൂൾ 1 നമ്മൾ കവർ ചെയ്തു, കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 1-ൽ നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ് ദ ടേം ആക്ടസ് റിയസ്? ഏതാണ് ആൻസർ? സർ എഡ്വേർഡ് പോപ്പ് ഉണ്ട്, പ്രൊഫസർ കെന്നി ഉണ്ട്, സീസർ ലോംബ്രോസോ, ജെറമി ബെന്താം. ഈ 4 ഓപ്ഷനിൽ ആക്ടസ് റിയസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? എഡ്വേർഡ് കോക്ക് ആണോ? പ്രൊഫസർ കെന്നി. ആൻസർ പറഞ്ഞത് ആരായിരുന്നു? എഡ്വേർഡ് കോക്ക് എന്ന് പറഞ്ഞത്. നീരജ് മിസ്. ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു? ഇല്ല, എഡ്വേർഡ് കോക്ക് ഓർമ്മ. എഡ്വേർഡ് കോക്ക് അല്ല. പിന്നെ ഏതാണ് ആൻസർ? പ്രൊഫസർ കെന്നി. ക്ലാസ് അറ്റൻഡ് ചെയ്ത ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എഡ്വേർഡ് കോക്ക് എന്ന് പറയുന്ന ഒരു ജഡ്ജ് ആയിരുന്നു, പക്ഷെ ഇദ്ദേഹം അല്ല ആക്ടസ് റിയസ് എന്ന് പറയുന്ന ടേം കോയിൻ. എന്താണ് ആക്ടസ് റിയസ്? അതാദ്യം പറഞ്ഞു. എന്താണ് ആക്ടസ് റിയസ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്? ആക്ടസ് റിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽറ്റി മൈൻഡ്. കേട്ടിട്ടുണ്ടോ? ആക്ടസ് റിയസ്, മെൻസ് റിയസ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? മുൻപെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? കേട്ടിട്ടുണ്ട്. എന്താണ്? മെൻസ്രി ആക്ടസ് റിയസും കേട്ടിട്ടുണ്ട്. ഗിൽറ്റി ആക്ടും മൈൻഡും. കറക്റ്റ്. ഓക്കെ, അപ്പോ ഇതില് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി, പ്രൊഫസർ കെന്നിയാണ്. പ്രൊഫസർ കെന്നിയാണ് ആക്ടസ് റിയസ് എന്ന ടേം കോയിൻ ചെയ്തത്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, നോട്ട്സിലുണ്ട്. ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് നോക്കാം. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഫൈൻഡ്സ് എ ബ്ലഡ് സ്റ്റെയിൻ ദാറ്റ് ഇസ് സ്റ്റിൽ മോയിസ്റ്റ് ഓൺ എ ഫാബ്രിക് കൗച്ച്. വാട്ട് ഷുഡ് ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രിസർവിംഗ് ഇറ്റ്? അതായത് ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണുന്നു, ഒരു കൗച്ചില് ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണുന്നു. ആ ബ്ലഡ് സ്റ്റെയിൻ സ്റ്റിൽ മോയിസ്റ്റ് ആണ്, അതായത് ബ്ലഡ് കട്ട പിടിച്ചിട്ടില്ല, ബ്ലഡിന്റെ അതേ അവസ്ഥയിൽ തന്നെ ബ്ലഡ് കാണുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, സീൽ ദ കൗച്ച് പോർഷൻ ഇൻ പ്ലാസ്റ്റിക് റാപ്പ് ഇമ്മീഡിയറ്റ്ലി. അതായത് നമ്മൾ ബ്ലഡ് കാണുന്ന ആ കൗച്ചിന്റെ പോർഷൻ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നു. അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, സ്ക്രേപ്പ് ദ സ്റ്റെയിൻ ഇൻ ടു എ പേപ്പർ എൻവലപ്പ്. സ്ക്രേപ്പ് ചെയ്യുന്നതാണോ? അതായത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് മാത്രമേ നമ്മൾക്ക് സ്ക്രേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻ സി, എയർ ഡ്രൈ ദ ഫാബ്രിക് സാമ്പിൾ ബിഫോർ പാക്കേജിങ്. അതായത് പാക്ക് ചെയ്യുന്നതിന് മുൻപേ അതിനെ എയർ ഡ്രൈ ചെയ്യുക. എയർ ഡ്രൈ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം പാക്ക് ചെയ്യുക. അതാണ് ഓപ്ഷൻ സി. നാലാമത്തെ ഓപ്ഷൻ, സ്റ്റോർ ഇറ്റ് ഇൻ എ ഗ്ലാസ് ജാർ. ഡയറക്റ്റ് ആയിട്ട് ഒരു ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്യുക. ഈ 4 ഓപ്ഷനിൽ ഒരു ബ്ലഡ് സ്റ്റെയിൻ, അതായത് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് സ്റ്റെയിൻ, ഉണങ്ങാത്ത ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണണമെങ്കിൽ ഇതിൽ പ്രിസർവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഓപ്ഷൻ സി. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി എന്ന് പറയാൻ റീസൺ? മോയ്സ്ചർ ഉള്ളത് കൊണ്ട് തന്നെ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ എയർ ഡ്രൈ ചെയ്യുക, ദെൻ അതിനെ പാക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ എയർ ഡ്രൈ ചെയ്യാതെ നമുക്കൊരു ഡ്രയർ വെച്ച് എന്തുകൊണ്ട് നമ്മൾ ഡ്രൈ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു ഹീറ്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ചെയ്യുന്നില്ല? എയർ ഡ്രൈ ചെയ്യണം എന്ന് പറയുന്നതിന്റെ സാമ്പിള് ഡാമേജ് ആയി പോവും, DNA ഒന്നും നമുക്ക് പിന്നെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. വെരി ഗുഡ്. അതായത് ഓപ്ഷൻ സി ആണ് അതിൽ കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ബയോളജിക്കൽ എവിഡൻസോ ബയോളജിക്കൽ ഫ്ലൂയിഡോ നമ്മൾ വെറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരിക്കലും കളക്ട് ചെയ്യില്ല. അതിനെ എയർ ഡ്രൈ ചെയ്തതിന് ശേഷം, അതായത് റൂം ടെമ്പറേച്ചറിൽ അതിനെ ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ എവിഡൻസ് പാക്ക് ചെയ്യുന്നത് നമ്മൾ ഡ്രൈ ചെയ്യാതെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കണ്ടാമിനേറ്റഡ് ആവും, അല്ലെങ്കിൽ അതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഡ്രൈ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ എയർ ഡ്രൈ ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ ഇസ് ബിക്കോസ് അതിൽ DNA ഒക്കെ കണ്ടാമിനേറ്റ് ആവാതെ ഡീഗ്രേഡ് ആയി പോവാതിരിക്കാനാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ആ ഹോമിസൈഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഹോമിസൈഡ് എന്ന് പറയുന്നത്? ഹോമിസൈഡ് എന്തായിരിക്കും? ഹോമിസൈഡ് എന്താ കേട്ടില്ല? എന്താണ് ഹോമിസൈഡ്? എന്തായാലും പറഞ്ഞോ. വെരി ഗുഡ്, കറക്റ്റാ. മർഡർ.
മർഡർ ആണ്. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു മർഡർ. So during a homicide investigation, officers failed to log the name of the lab technician who analyzed the weapon. What legal issue arises? അതായത് ഒരു കൊലപാതകം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ വെപ്പൺ, അതായത് ഈ കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ച ഒരു ആയുധം ഹാൻഡിൽ ചെയ്ത ഒരു ലാബ് ടെക്നീഷ്യന്റെ നെയിം ലോഗ് ബുക്കിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അവിടെ അറൈസ് ചെയ്യുന്ന ഒരു ലീഗൽ ഇഷ്യൂ എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, ഓപ്ഷൻ ബി വയലേഷൻ ഓഫ് ചെയിൻ ഓഫ് കസ്റ്റഡി, ഓപ്ഷൻ സി എവിഡൻസ് ടാമ്പറിംഗ്, ഓപ്ഷൻ ഡി ലാക്ക് ഓഫ് ജുറിസ്ഡിക്ഷൻ. ഇതിലെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? നമുക്ക് ക്ലൂ ഉണ്ട്. ലോഗിൽ പേര് ചേർക്കാൻ മറന്നു, അതായത് ലോഗ് ബുക്കിൽ പേര് ചേർക്കാൻ മറന്നു എന്നുള്ളത് ഒരു ക്ലൂ ആണ്. പേര് എന്ന് പറയുന്നത് ഒരു ക്ലൂ ഉണ്ട്. അപ്പൊ ഇത് പേര് ചേർക്കാൻ മറന്നു, അതുകൊണ്ടുണ്ടാവുന്ന ലീഗൽ ഇഷ്യൂ എന്തായിരിക്കും ഈ 4 ഓപ്ഷൻസിൽ? നമ്മളുടെ ഈ ക്രൈംസ് ഇൻവെസ്റ്റിഗേഷന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ആരാ ഉത്തരം പറഞ്ഞ ആൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളാണോ? മാം ചാറ്റ് ബോക്സിൽ എല്ലാരും ആൻസർ പറയുന്നുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയാൻ ശ്രമിക്കണം. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി വയലേഷൻ ഓഫ് ചെയിൻ ഓഫ് കസ്റ്റഡി. എന്താണ് ചെയിൻ ഓഫ് കസ്റ്റഡി? എന്താണ് ചെയിൻ ഓഫ് കസ്റ്റഡി? ഒരു എവിഡൻസ് കിട്ടിയതിന് ശേഷം അതിനെ വേറെ വേറെ സ്ഥലത്തേക്ക് അയക്കുമ്പോൾ അതിന്റെ ഒരു ചെയിൻ, ഒരു എവിഡൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ചെയിൻ, അതിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. വെരി ഗുഡ്. അതായത് ആരൊക്കെ അത് ഹാൻഡിൽ ചെയ്തു, ആരുടെയൊക്കെ കയ്യിലൂടെ ആ എവിഡൻസ് പാസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഒരു ലോഗ് ബുക്കിൽ ആഡ് ചെയ്യുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതിനാണ് ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ പേര് ചേർക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ പേര് ചേർക്കാൻ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ എവിഡൻസിന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ അറേസ് ചെയ്യുന്ന ലീഗൽ ഇഷ്യൂ ആണ് വയലേഷൻ ഓഫ് ചെയിൻ ഓഫ് കസ്റ്റഡി. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി, അതായത് എല്ലാ എവിഡൻസും ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ നെയിംസ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നത് ചെയിൻ ഓഫ് കസ്റ്റഡിയുടെ ഒരു വയലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ എവിഡൻസ് കോടതിയിൽ അഡ്മിസിബിൾ ആകാതെ പോകും, അതുകൊണ്ട് ഒരു യൂസും ഇല്ലാതെ പോകും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി. ഇനി ഇഫ് എ ഫയർ ആം ഇസ് ഡിസ്കവേർഡ് അണ്ടർ വാട്ടർ, ദ ഐഡിയൽ മെത്തേഡ് ടു പ്രിസർവ് ട്രേസ് എവിഡൻസ് ലൈക്ക് ഫിംഗർ പ്രിന്റ്സ് ഈസ്. അതായത് ഒരു തോക്ക് വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിന്റ് പോലുള്ള ട്രേസ് എവിഡൻസസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്. ഓപ്ഷൻ എ ഡ്രൈ ഇമ്മീഡിയറ്റ്ലി വിത്ത് ഹീറ്റ്, ഓപ്ഷൻ ബി കീപ് സബ്മേർജ്ഡ് ഇൻ ദ സെയിം വാട്ടർ അണ്ടിൽ ലാബ് അറൈവൽ, ഓപ്ഷൻ സി എയർ ഡ്രൈ ഇൻ ഓപ്പൺ എയർ, ഓപ്ഷൻ ഡി യൂസ് എത്തനോൾ ടു ക്ലീൻ ദ സർഫേസ്. ഏതായിരിക്കും ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ആൻസർ പറയുന്നവർ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയണേ ആൻസർ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്? കീപ് സബ്മേർജ്ഡ് ഇൻ ദ സെയിം വാട്ടർ അണ്ടിൽ ലാബ് അറൈവൽ. അതായത് ലാബിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ആ ഫയർ ആം അല്ലെങ്കിൽ ആ തോക്ക് വെള്ളത്തിന്റെ അടിയിൽ തന്നെ വെച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അതിലെന്തെങ്കിലും DNA എന്തെങ്കിലും ഫിംഗർ പ്രിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാനായിട്ട് നമ്മളത് കൈയുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴത്തേക്കും. അതായത് ഇപ്പൊ ഇവിടെ ഡ്രൈയിങ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ബോൺ ആയിട്ടുള്ള റെസിഡ്യൂസ് എന്ന് പറയുന്നത്, അതായത് എന്താണ് വാട്ടർ ബോൺ റെസിഡ്യൂസ്? അതായത് വെള്ളത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും എവിഡൻസസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫിംഗർ പ്രിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേസ് എവിഡൻസസ് ഒക്കെ വാട്ടർ ബോൺ റെസിഡ്യൂസ് ആണ്. അതായത് വെള്ളത്തിൽ ഉള്ള എവിഡൻസസ് അതൊക്കെ നഷ്ടപ്പെടുത്തിയേക്കാം നമ്മൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യലി നമ്മൾ ഡ്രൈ ചെയ്താൽ. അതുകൊണ്ടാണ് എവിഡൻസിനെ അതേ വെള്ളത്തിൽ തന്നെ മുങ്ങിയ നിലയിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. അത് ഒരു ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറ പിടിക്കുന്നത് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. അതായത് കൊറോഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ ലാബിൽ നിന്ന് ആരെങ്കിലും ടെക്നിക്കലി അത് കളക്ട് ചെയ്യുന്നത് വരെ ആ എവിഡൻസിനെ നമ്മൾ അതേ വെള്ളത്തിൽ തന്നെ സബ്മേർജ് ചെയ്ത് അല്ലെങ്കിൽ മുക്കി വെക്കുന്നതിന്റെ റീസൺ. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ദ ടേം ആക്ട് ഇസ് റിയസ് ബിക്കം റിലവന്റ് ആഫ്റ്റർ വിച്ച് പ്രൊസീജിയറൽ സ്റ്റെപ്പ്? ഓപ്ഷൻ എ ഫൈലിംഗ് ഓഫ് FIR, ഓപ്ഷൻ ബി എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് ആൻ ആക്ട് ഓർ ഒമിഷൻ ഒക്കേർഡ്, ഓപ്ഷൻ സി പ്രൂവിംഗ് ക്രിമിനൽ ഇന്റന്റ്, ഓപ്ഷൻ ഡി കളക്ടിംഗ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഏതാണ് ഇവിടുത്തെ ഒരു ഓപ്ഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ? പ്രൂവിംഗ് ക്രിമിനൽ ഇന്റന്റ് ആണോ? എന്താണ് ആക്ട് സീരിയസ് എന്ന് പറയുന്നത്? ബി ആണ് ആൻസർ, എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് ആൻ ആക്ട് ഓർ ഒമിഷൻ ഒക്കേർഡ്. കറക്റ്റ് ആൻസർ ആണ്. എന്താണ് അതിന്റെ റീസൺ? ആക്ട് ആക്ട് ആണല്ലോ, അപ്പം അതായത് ആക്ട് സീരിയസ് എന്ന് പറയുമ്പോൾ ചെയ്തൊരു പ്രവൃത്തി, കറക്റ്റ്, അല്ലെങ്കിൽ ചെയ്യാതെ വിട്ടുപോയ ഒരു പ്രവൃത്തി, ഇതിനെ
പറയുന്ന അല്ലെങ്കിൽ ഇതിന് മീൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആക്ടസ് റിയസ്. അപ്പൊ ഇവിടെ ആക്ടസ് റിയസ് റെലവെന്റ് ആവുന്നത് എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് ആൻ ആക്ട് ഓർ ഒമിഷൻ ഒക്കെ. ആക്ട് എന്ന് പറയുന്ന ഒരു ചെയ്ത പ്രവൃത്തി, ഒമിഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യാതെ വിട്ടുപോയ ഒരു പ്രവൃത്തി. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി. ഇനി the first responding officer enters a crime scene without gloves and touches the doorknob. What forensic problem occurs? അതായത് ഒരു ക്രൈം സീനിൽ ആദ്യമായിട്ട് വരുന്ന ഒരാള് ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റോ ഇല്ലാതെ ഒരു ഡോറിന്റെ നോബില് ടച്ച് ചെയ്യുന്നു. അവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ ചെയിൻ ഓഫ് കസ്റ്റഡി വയലേഷൻ, ഓപ്ഷൻ ബി സീൻ കണ്ടാമിനേഷൻ, ഓപ്ഷൻ സി എവിഡൻസ് ഡിസ്ട്രക്ഷൻ, ഓപ്ഷൻ ഡി എവിഡൻസ് ഡ്യൂപ്ലിക്കേഷൻ. Scene contamination. Option B. സീൻ കണ്ടാമിനേഷൻ കറക്റ്റ്. അതായത് ഒരു അൺപ്രൊട്ടക്റ്റഡ് എൻട്രി ആവുമ്പോൾ അവിടെ ഒരു ഫോറിൻ DNA, ഇപ്പൊ അതായത് ഇയാൾ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ ആ ഡോർ നോബിൽ ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അവിടെ ആ ക്രൈം സീനിൽ നമുക്ക് ഡോർ നോബിലായിരിക്കും നമുക്ക് ഫിംഗർ പ്രിന്റ് എവിഡൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടുന്നത് ആ ഡോർ നോബിൽ നിന്നായിരിക്കാം. അപ്പൊ അങ്ങനെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി നടക്കുമ്പോൾ ഫോറിൻ DNA അല്ലെങ്കിൽ ഫോറിൻ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ സീനിനെ കണ്ടാമിനേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഡി. ഇനി എവിഡൻസ് കളക്ടഡ് ഇൻ എ പ്രിന്റഡ് ന്യൂസ് പേപ്പർ ഇസ് ലേറ്റർ ഫൗണ്ട് കണ്ടാമിനേറ്റഡ് വിത്ത് ഇങ്ക്. ദ എറർ ഒക്കേർഡ് ഡ്യൂ ടു. അതായത് ഒരു എവിഡൻസ് ഒരു പ്രിന്റഡ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് വെച്ചതിനെ പിന്നീട് ഇങ്ക് ആയിട്ട് കണ്ടാമിനേഷൻ നടന്നതായിട്ട് കണ്ടു. അപ്പോ അതില് എന്ത് എറർ ആണോ ഉണ്ടായത്? ഇംപ്രോപ്പർ ലേബലിംഗ് ആണോ, അല്ലെങ്കിൽ യൂസ് ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് പാക്കേജിംഗ് മെറ്റീരിയൽ ആണോ, പുവർ ഡോക്യുമെന്റേഷൻ ആണോ, അൺസീൽഡ് എവിഡൻസ് ആണോ? എന്താണ് ഇവിടുത്തെ ഓപ്ഷൻ? Use of inappropriate packaging material. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇൻഅപ്രോപ്രിയേറ്റ് പാക്കേജിംഗ് മെറ്റീരിയൽ. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ബയോളജിക്കൽ എവിഡൻസ് ആണെന്ന് വിചാരിക്കുക, അത് എന്തുകൊണ്ട് ഒരു ഇങ്ക് അല്ലെങ്കിൽ ഇങ്കുള്ള അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിൽ പാക്ക് ചെയ്യാതിരിക്കുന്നത്? ആ പ്രിന്റഡ് ആയിട്ടുള്ള പേപ്പറിലുള്ള ഇങ്ക് നമ്മളുടെ ബയോളജിക്കൽ എവിഡൻസിനെ കണ്ടാമിനേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ഹെയർ സാമ്പിളോ അല്ലെങ്കിൽ ഒരു ഫൈബർ സാമ്പിളോ വാട്ട് എവർ ദ സാമ്പിൾ നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ ഫാക്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് നമ്മൾ അവിടെ ഡിസ്റ്റർബ് ചെയ്യണം. അതായത് പ്രോപ്പർ ആയിട്ട് അപ്രോപ്രിയേറ്റ് പാക്കേജിംഗ് മെറ്റീരിയലിൽ പാക്ക് ചെയ്യണം ഏതൊരു എവിഡൻസ് ആണെങ്കിലും. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി. ഇനി വൈൽ സ്കെച്ചിങ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഇൻക്ലൂഡ്സ് ഓൾ ഐറ്റംസ് ബട്ട് ഫോർഗെറ്റ്സ് ടു ലേബൽ ദ നോർത്ത് ഡയറക്ഷൻ. വൈ ഇസ് ദിസ് സീരിയസ്? അതായത് ഒരു സ്കെച്ചിങ്ങിന്റെ സമയത്ത് ഡയറക്ഷൻ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അതെന്തുകൊണ്ടാണ് ഇത്ര സീരിയസ് ആണെന്ന് പറയുന്നത്? ഒന്ന് ഓപ്ഷൻ എ കോർട്ട് അഡ്മിസിബിലിറ്റി ഇഷ്യൂ, ഓപ്ഷൻ ബി എസ്തെറ്റിക് എറർ, ഓപ്ഷൻ സി വയലേഷൻ ഓഫ് DNS സെക്ഷൻ 214, ഓപ്ഷൻ ഡി ചെയിൻ ഓഫ് കസ്റ്റഡി ബ്രീച്ച്. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും? സ്കെച്ചിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോർത്ത് സൗത്ത് വെസ്റ്റ് എല്ലാ ഡയറക്ഷൻസും മാർക്ക് ചെയ്യണം എന്ന്. അപ്പൊ ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? എ ആണ്, കോർട്ട് അഡ്മിസിബിലിറ്റി ഇഷ്യൂ. ഓപ്ഷൻ കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ? അത് നമ്മൾ കോർട്ടിൽ ഈ കേസിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന സമയത്ത് സ്കെച്ചിങ്ങില് ഡയറക്ഷൻസ് പ്രോപ്പർ അല്ല എന്ന് പറയുമല്ലോ. അതായത് അതിന് പറയുന്ന ഒരു ടേമിന്റെ പേരാണ് ക്രൈം സീൻ റീകൺസ്ട്രക്ഷൻ എന്ന് പറയും. എന്താണ് ക്രൈം സീൻ റീകൺസ്ട്രക്ഷൻ? അതായത് നമ്മളൊരു ചിലപ്പോൾ ഒരു കേസ് നടക്കുന്നത് ഒരു 2020 ആയിരിക്കും. ചിലപ്പോൾ കേസ് കോടതിയിൽ എത്തുന്നത് ചിലപ്പോൾ 2025 അപ്പൊ ആ സമയത്ത് കോടതിനെ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളൊരു കഥ പോലെ ഈ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കോടതിക്ക് വിവരിക്കണമെങ്കിൽ നമ്മൾ റീകൺസ്ട്രക്ഷൻ ഓഫ് ഈവന്റ്സ് നടത്തണം. അതായത് നമ്മൾ അന്ന് എന്തൊക്കെ നടന്നു, ഏത് വഴിയിലൂടെയാണ് ഈ കുറ്റവാളി അകത്ത് കയറിയത്, എന്തൊക്കെ ചെയ്തു അതിന്റെ അകത്ത് എന്നിട്ട് ഏത് വഴിയിലൂടെയാണ് എക്സിറ്റ് ചെയ്തത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ് ക്രൈം സീൻ റീകൺസ്ട്രക്ഷൻ ഓഫ് ഈവന്റ്സ് എന്ന് പറയും. അപ്പൊ ഈ ക്രൈം സീൻ റീകൺസ്ട്രക്ഷന് നമ്മളുടെ സ്കെച്ചിങ്ങിൽ ഓറിയന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ എവിഡൻസും ഏത് ഡയറക്ഷനിലാണ് കണ്ടത്. ഇപ്പൊ ഒരു ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ അത് ഏത് ഡയറക്ഷനിലാണ് കണ്ടത്, അങ്ങനെ അപ്പൊ ആ ഡെഡ് ബോഡിയുടെ ഏത് ഡയറക്ഷനിലായിരുന്നു നമുക്ക് വെപ്പൺ ഓഫ് ക്രൈം കിട്ടിയത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓറിയന്റേഷൻ, അതായത് ഈ ഡയറക്ഷൻ നിശ്ചയിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡയറക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സ്കെച്ചിന്റെ ആക്യുറസിനെ ഇത് എഫക്ട് ചെയ്യും. അതായത് കോടതിക്ക് അവിടെ ആ ക്രൈം സീനിനെ മനസ്സിലാക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് കോർട്ടിൽ അഡ്മിസിബിലിറ്റിക്ക് ഇഷ്യൂ വരും. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ എ കോർട്ട് അഡ്മിസിബിലിറ്റി ഇഷ്യൂ. ഇനി which of the following ensures the authenticity of evidence during presentation in court? Option A field notes, option B chain of custody documentation, option C case diary, option D scene sketch.
ചെയിൻ ഓഫ് കസ്റ്റഡി ഡോക്യുമെന്റേഷൻ. കറക്റ്റ്, ചെയിൻ ഓഫ് കസ്റ്റഡി ഡോക്യുമെന്റേഷൻ. അതായത് നമ്മൾ കോടതിയിൽ ഒരു സാധനം അഡ്മിസിബിൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ കോടതിയിൽ ഒരു എവിഡൻസ് ഒതന്റിക് എവിഡൻസ് ആയിട്ട് നമ്മൾ കോടതി കാണണമെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയിൻ ഓഫ് കസ്റ്റഡി. ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ എന്തെങ്കിലും ടാമ്പറിങ്ങോ എന്തെങ്കിലും മിസ്മാച്ചോ കണ്ടു കഴിഞ്ഞാൽ ആ എവിഡൻസിന്റെ അക്സെപ്റ്റബിലിറ്റി അവിടെ തന്നെ പോയി. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ചെയിൻ ഓഫ് കസ്റ്റഡി. അതോടെ ഓപ്ഷൻ ബി. ഇനി, ഇൻ ആൻ ആർസൺ കേസ് വാട്ട് ടൈപ്പ് ഓഫ് കണ്ടെയ്നർ ഷുഡ് ബി യൂസ് ടു കളക്ട് ചാർഡ് വുഡ് പീസസ് വിത്ത് സസ്പെക്ടഡ് ആക്സിലറൻസ്? എന്താണ് ആർസൺ കേസ്? ആർസൺ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർപ്പസ്ഫുള്ളി ഉള്ള ഫയർ കേസസ് അല്ലേ? കറക്റ്റ്. അതായത് ഇന്റൻഷനലി നമ്മളൊരു ഫയർ കോസ് ചെയ്യുന്നത്, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടോ നമ്മൾ മനഃപൂർവ്വം ഒരു തീപിടുത്തം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആർസൺ കേസ് എന്ന് പറയാം. അപ്പൊ ഈ ആർസൺ കേസിൽ ചാർഡായിട്ടുള്ള വുഡ് പീസസ്, അതായത് കരിഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും വുഡ് പീസസോ അല്ലെ അതിന്റെ അകത്ത് ചിലപ്പോൾ മേ ബി നമ്മൾ ഈ കത്തിക്കാൻ ഉപയോഗിച്ച എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കത്തിക്കാൻ അവിടെ ഉപയോഗിക്കുന്നത് ഡീസൽ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പെട്രോൾ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലുമാണ് നമ്മളെ സസ്പെക്ടഡ് ആക്സിലറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കണ്ടെയ്നറിലാണ് കളക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ പേപ്പർ എൻവലപ്പ്, ഓപ്ഷൻ ബി എയർ ടൈറ്റ് മെറ്റൽ കണ്ടെയ്നർ, ഓപ്ഷൻ സി പ്ലാസ്റ്റിക് ബാഗ്, ഓപ്ഷൻ ഡി ഗ്ലാസ് സ്ലൈഡ്. എവിടെയായിരിക്കും കളക്ട് ചെയ്യാം? എയർ ടൈറ്റ് മെറ്റൽ കണ്ടെയ്നർ. കറക്റ്റ്, എയർ ടൈറ്റ് മെറ്റൽ കണ്ടെയ്നേഴ്സ്, ഓപ്ഷൻ ഡി. അതായത് ഈ നമ്മൾ ഈ സസ്പെക്ടഡ് ആക്സിലറൻസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി കാണുന്നത് വോളറ്റൈൽ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. അതായത് കത്തിക്കാൻ ഉപയോഗിച്ച ലിക്വിഡ്സ് ഇവാപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എയർ ടൈറ്റ് ആയിട്ടുള്ള മെറ്റൽ കണ്ടെയ്നർ ആയിരിക്കും. പേപ്പർ എൻവലപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എവിഡൻസ് ഒക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കരിഞ്ഞു പോയതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ പേപ്പർ എൻവലപ്പ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇവാപ്പറേറ്റ് ചെയ്യാനും അത് കത്ത് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ എയർ ടൈറ്റ് ആയിട്ടുള്ള മെറ്റൽ കണ്ടെയ്നർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് എലമെന്റ്സ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ സ്ട്രിക്ട് ലയബിലിറ്റി ഒഫൻസസ്? ഓപ്ഷൻ എ മെൻസ് റിയ, ഓപ്ഷൻ ബി ഹ്യൂമൻ ബീയിങ്, ഓപ്ഷൻ സി ആക്ടസ് റിയസ്, ഓപ്ഷൻ ഡി ഇഞ്ചുറി. എന്താണ് സ്ട്രിക്ട് ലയബിലിറ്റി ഒഫൻസസ് എന്ന് പറയുന്നത്? സ്ട്രിക്ട് ലയബിലിറ്റി ഒഫൻസസ് അതായത് കുറ്റബോധം ഇല്ലാതെ തന്നെ ശിക്ഷിക്കാൻ പറ്റുന്ന കുറ്റങ്ങൾ. അതായത് ഇവിടെ ഇപ്പൊ കുറ്റകൃത്യത്തിന് ആവശ്യമായിട്ടുള്ളത് ഒരു ആക്ട് ആണ്. അതായത് ഏതെങ്കിലും ഒരു ആക്ട് ആണ് ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ആക്ട് എന്ന് പറയുമ്പോൾ ആക്ടസ് റിയസ്. ഓക്കെ, ഇതൊന്ന് നോക്കാം. എന്നിട്ട് അതായത് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ്, പക്ഷെ അത് കുറ്റബോധം ഇല്ലെങ്കിലും നിയമലംഘനം നടന്നുകൊണ്ട് അവിടെ ശിക്ഷ ലഭിക്കും. അപ്പോ ഇവിടെ സ്ട്രിക്ട് ലയബിലിറ്റി ഒഫൻസസ്, അതായത് കുറ്റബോധം ഇല്ലെങ്കിലും ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ മെൻസ് റിയ. കറക്റ്റ്. എന്താണ് ഓപ്ഷൻ എ ആണെന്ന് പറയാം? എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി അല്ലാത്തത്? ഗിൽറ്റി മൈൻഡ് അല്ലേ? അതായത് ഞാൻ പറഞ്ഞു കുറ്റബോധം ഇല്ലാതെയും ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റങ്ങളെന്ന് പറഞ്ഞു. അപ്പൊ ആക്ട് അല്ല, അവിടെ മൈൻഡ് ആണ്. അപ്പൊ മെൻസ് റിയ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ സ്ട്രിക്ട് ലയബിലിറ്റി ഒഫൻസ്. അതായത് കുറ്റബോധം ഇല്ലെങ്കിലും ശിക്ഷിക്കപ്പെടാവുന്നത് മെൻസ് റിയ ആണ്. If evidence is moved from a secondary scene to an documentation, what is affected? അൺമ്യൂട്ട് ചെയ്തവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ആൻസർ പറയാൻ നേരത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ സെക്കൻഡറി, ഇഫ് എവിഡൻസ് ഇസ് മൂവ്ഡ് ഫ്രം എ സെക്കൻഡറി സീൻ ടു അനദർ സ്റ്റോറേജ് വിത്തൗട്ട് ഡോക്യുമെന്റേഷൻ, വാട്ട് ഇസ് അഫക്റ്റഡ്? അതായത് നമ്മൾക്കൊരു ക്രൈം സീനിൽ നിന്ന് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഇല്ലാതെ ആ എവിഡൻസിനെ വേറൊരു സീനിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ നഷ്ടപ്പെടുന്നത്? എന്തിനാണ് അവിടെ അഫക്ട് ചെയ്യുന്നത്? സീനിന്റെ കണ്ടിന്യൂറ്റി ആണോ, ചെയിൻ ഓഫ് കസ്റ്റഡി ആണോ, വിറ്റ്നസ് റിലയബിലിറ്റി ആണോ, ലബോറട്ടറി ഇന്റഗ്രിറ്റി ആണോ? സീൻ കണ്ടിന്യൂറ്റി. എന്താണ് സീൻ കണ്ടിന്യൂറ്റി പറയാൻ റീസൺ? എന്താണ് സീൻ കണ്ടിന്യൂറ്റി പറയാൻ റീസൺ? വെറുതെ എന്ന് പറഞ്ഞതാണോ? അതായത് ഒരു ഡീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു ഫോമിൽ കണ്ടിന്യൂഷൻ ഇല്ലെങ്കിൽ അത് വേറെ ഒരു എവിഡൻസ് ആയിട്ട് വേറെ ഇൻസ്ട്രുമെന്റ് ആയിട്ടൊക്കെ കരുതാം.
കണ്ടിന്യൂഷൻ കറക്റ്റ് വരുമ്പോഴാണ് നമുക്ക് ക്രൈമിന്റെ കറക്റ്റ് പാത്ത് കിട്ടുള്ളൂ. എന്നാൽ ആ ഓപ്ഷൻ അല്ല, ഓപ്ഷൻ എ അല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ഇവിടെ നിങ്ങൾക്ക് ക്ലൂ ആയിട്ട് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് ഡോക്യുമെന്റേഷൻ. എന്താണ് ഡോക്യുമെന്റേഷൻ? ഓപ്ഷൻ ബി ചെയിൻ ഓഫ് കസ്റ്റഡി. ചെയിൻ ഓഫ് കസ്റ്റഡി ആണോ? സീൻ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ പിന്നെ ഉള്ളൊരു ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചെയിൻ ഓഫ് കസ്റ്റഡി ആണല്ലോ. എന്താണ് ഡോക്യുമെന്റേഷൻ ആക്ച്വലി? അത് നമ്മൾ കിട്ടിയ എവിഡൻസിനെ പ്രോപ്പർ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ഡോക്യുമെന്റ് ചെയ്യുക. ആ അപ്പൊ ചോദ്യം ആക്ച്വലി ഇപ്പൊ ഇവിടെ കൺഫ്യൂസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ് ഒരു എവിഡൻസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറ്റുന്നു എന്ന് പറയുമ്പോൾ. അപ്പൊ അവിടെ മാറ്റുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരെ പോയിട്ട് കണ്ടിന്യൂറ്റിയിൽ പോരുത്. കാരണം ഇപ്പൊ ഇവിടെ ഒരു ക്ലൂ കൊടുത്തിട്ടുള്ളത് ഡോക്യുമെന്റേഷൻ ആണ്. അപ്പൊ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഒരു എവിഡൻസ് ഹാൻഡിൽ അതായത് ഇവിടെ ഒരു എവിഡൻസിനെ കളക്ട് ചെയ്യുമ്പോൾ മുതൽ അതിനെ ലാബിൽ എത്തിച്ച് അതിന് റിപ്പോർട്ട് കിട്ടുന്ന വരെയുള്ള പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. അപ്പൊ തന്നെ അവിടെ ഓപ്ഷൻ ബി ആയി, ചെയിൻ ഓഫ് കസ്റ്റഡി ആയി. ഡോക്യുമെന്റേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ എല്ലാത്തിനും എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ ബി ചെയിൻ ഓഫ് കസ്റ്റഡി. സീൻ കണ്ടിന്യൂറ്റി അവിടെ അല്ല, സീൻ കണ്ടിന്യൂറ്റിയാണ് അത് അഫക്ട് ചെയ്യില്ല. നമ്മൾ ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾക്ക് കോർട്ടിലെ അഡ്മിസിബിലിറ്റിയുടെ ഇഷ്യൂ ഇല്ല. അപ്പൊ ഇവിടെ ചെയിൻ ഓഫ് കസ്റ്റഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി വാട്ട് ഈസ് ദി പ്രൈമറി റീസൺ ടു ക്രിയേറ്റ് വീഡിയോ ഡോക്യുമെന്റേഷൻ എലോങ് വിത്ത് ഫോട്ടോഗ്രാഫ്സ്? അതായത് ഫോട്ടോഗ്രാഫ്സ് നമ്മൾ ഒരു ഡോക്യുമെന്റേഷന്റെ മെത്തേഡാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സിന്റെ കൂടെ എന്തുകൊണ്ടാണ് വീഡിയോ ഡോക്യുമെന്റേഷനും വേണം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഫോർ മീഡിയ പ്രസന്റേഷൻ, ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് കണ്ടിന്യൂസ് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് എവിഡൻസ്, ഓപ്ഷൻ സി ടു സേവ് ടൈം, ഓപ്ഷൻ ഡി ടു അവോയ്ഡ് സ്കെച്ചിങ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്, ടു പ്രൊവൈഡ് കണ്ടിന്യൂസ് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് എവിഡൻസ്. അതായത് നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഫോട്ടോഗ്രാഫി ടെക്നിക്കാണ് നമ്മൾ പഠിച്ചത്? ലോങ് റേഞ്ച്, മിഡ് റേഞ്ച്, ക്ലോസ് റേഞ്ച്. അതായത് ലോങ് റേഞ്ച്, മിഡ് റേഞ്ച്, ക്ലോസ് അപ്പ്. അപ്പൊ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോ എവിഡൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ ലോങ് റേഞ്ചിൽ പറ്റും. മിഡ് റേഞ്ചിൽ ഒരു എവിഡൻസും വേറൊരു എവിഡൻസും തമ്മിലായിട്ടുള്ള റിലേഷൻഷിപ്പേ പറ്റുള്ളൂ. ക്ലോസപ്പിലാണെങ്കിൽ ഒരു എവിഡൻസിന്റെ മാത്രം ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള ഇമേജ് കിട്ടണം. അതുകൊണ്ട് മറ്റുള്ള എവിഡൻസ് ആയിട്ട് യാതൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ ഫോട്ടോഗ്രാഫ്സിന്റെ കൂടെ നമ്മൾ വീഡിയോഗ്രാഫിയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ഓരോ എവിഡൻസും മറ്റുള്ള എവിഡൻസും തമ്മിൽ എങ്ങനെയാണ് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോഡി കിടന്നിട്ട് ആ ബോഡിയിൽ നിന്ന് എത്ര ദൂരത്താണ് വെപ്പൺ കിടന്നത്, അല്ലെങ്കിൽ പൂൾ ഓഫ് ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് എത്ര ദൂരെയായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ ഡോക്യുമെന്റേഷനും കൂടി ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് മനസ്സിലാക്കാനുള്ള ഒരു എന്താ ഈസിനെസ് ഉണ്ട്. അപ്പോ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടു പ്രൊവൈഡ് കണ്ടിന്യൂസ് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് എവിഡൻസ്. ഇനി വാട്ട് ഡിസ്റ്റിംഗ്വിഷസ് മാക്രോസ്കോപ്പിക് ഫ്രം മൈക്രോസ്കോപ്പിക് ക്രൈം സീൻസ്? എന്താണ് മാക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക് ക്രൈം സീൻ? മാക്രോസ്കോപ്പിക് ക്രൈം സീനെ മൈക്രോസ്കോപ്പിക് ക്രൈം സീനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഇതിൽ ഏതാണ്? ടൈപ്പ് ഓഫ് എവിഡൻസ് ആണോ, സൈസ് ഓഫ് ഏരിയ ആണോ, ടൈപ്പ് ഓഫ് ക്രൈം ആണോ, നമ്പർ ഓഫ് വിക്ടിംസ് ആണോ? സൈസ് ഓഫ് ഏരിയ. മാക്രോസ്കോപ്പിക് ക്രൈം സീൻ എന്ന് പറയുമ്പോൾ ലാർജർ ഏരിയ അവിടെ കവർ ചെയ്യപ്പെടുന്നു. മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ അവിടെ സ്മോളർ ഏരിയ ആണ് കവർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സൈസ് ഓഫ് ഏരിയ കവേർഡ്. ഇനി വൈ ഷുഡ് ഓഫീസേഴ്സ് അവോയ്ഡ് ബ്രൈറ്റ് സൺലൈറ്റ് വെൻ ഡ്രൈയിങ് ബ്ലഡ് സാമ്പിൾസ്? ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞു റൂം ടെമ്പറേച്ചറിൽ ഡ്രൈ ചെയ്യണം ബ്ലഡ് സാമ്പിൾസ് ഒക്കെ. എന്തുകൊണ്ടാണ് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള DNA denaturation causes option A. correct Option A causes DNA denaturation and നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്. ഇനി വാട്ട് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ഫോർ കളക്ടിങ് ഹെയർ എവിഡൻസ് ഫ്രം എ ക്രൈം സീൻ? ഒരു ക്രൈം സീനിൽ നിന്ന് ഹെയർ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസിങ് ബെയർ ഹാൻഡ്സ്, അതായത് വെറുതെ പോയി കൈകൊണ്ട് കളക്ട് ചെയ്യണോ അതോ യൂസിങ് അഡ്ഹസീവ് ടേപ്പ്, എന്തെങ്കിലും ഒരു ടേപ്പ് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ടേപ്പ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്യണോ? ഓപ്ഷൻ സി യൂസിങ് tweezers ആൻഡ് പ്ലേസിംഗ് ഇൻ എ പേപ്പർ ബാഗ്സ്, ഓപ്ഷൻ ഡി സ്വീപ്പിംഗ് ദ ഏരിയ. എങ്ങനെയാണ് ഹെയർ എവിഡൻസ് കളക്ട് ചെയ്യാം? ഓപ്ഷൻ സി കറക്റ്റ്. അതായത് tweezers ഉപയോഗിച്ച് കൈ കൊണ്ട് ടച്ച് ചെയ്യാതെ നേരെ tweezers ഉപയോഗിച്ച് പേപ്പർ ബാഗിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിങ് ആക്ഷൻസ് ക്യാൻ കോംപ്രമൈസ് വിറ്റ്നസ് റിലയബിലിറ്റി?
വിറ്റ്നസിന്റെ റിലയബിലിറ്റിനെ കോംപ്രമൈസ് ചെയ്യുന്ന ആക്ഷൻസ് ഏതാണ്? ഓപ്ഷൻ എ സെപ്പറേറ്റിംഗ് ദ വിറ്റ്നസസ്, ഓപ്ഷൻ ബി അലൗവിംഗ് വിറ്റ്നസസ് ടു ഡിസ്കസ് ദി ഇവന്റ് ടുഗെദർ, ഓപ്ഷൻ സി ഡോക്യുമെന്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ഓപ്ഷൻ ഡി വീഡിയോ റെക്കോർഡിംഗ്. ഏതാണ് ഇവിടുത്തെ കറക്റ്റ്? സെപ്പറേറ്റിംഗ് ദ വിറ്റ്നസസ്. ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ക്യാൻ കോംപ്രമൈസ് വിറ്റ്നസ് റിലയബിലിറ്റി. ഓപ്ഷൻ ബി അല്ലേ മാം? ഇതിൽ ഏത് ചെയ്താലാണ് വിറ്റ്നസ് റിലയബിലിറ്റി നഷ്ടപ്പെടുന്നതാണ് ചോദ്യം. Allowing witness to discuss the കറക്റ്റ്. ഓപ്ഷൻ ബി. ഇവിടെ അത് ഞാൻ പറഞ്ഞ വായിച്ച് നോക്കിയിട്ട് ആൻസർ കൊടുക്കുക. ഇപ്പൊ വേറെ പോയിട്ട് വിറ്റ്നസ് റിലയബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ 7S പഠിച്ചേക്കുന്ന സെപ്പറേറ്റിംഗ് വിറ്റ്നസ് ഇതിലേക്ക് പോകും. അവിടെ കറക്റ്റ് ഓപ്ഷൻ അല്ല. വിറ്റ്നസുകളെ തമ്മിൽ മാറ്റണം എന്ന് പറയുന്നത് തന്നെ വിറ്റ്നസുകൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഒരു കഥ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അലൗവിംഗ് വിറ്റ്നസസ് ടു ഡിസ്കസ് ദി ഇവന്റ് ടുഗെദർ അതാണ്. ഇനി what is the major distinction between rough and finished sketches? റഫ് സ്കെച്ചും ഫിനിഷ്ഡ് സ്കെച്ചും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? യൂസ് ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സ്കെയിൽ, പ്രസൻസ് ഓഫ് എവിഡൻസ്, വിറ്റ്നസ് സിഗ്നേച്ചേഴ്സ്, പേപ്പർ ക്വാളിറ്റി. use of software and scale. ഓപ്ഷൻ എ. എന്താണ് റഫ് സ്കെച്ച്, എന്താണ് ഫിനിഷ്ഡ് സ്കെച്ച്? റഫ് സ്കെച്ച് നമ്മൾ ആ സ്പോട്ടില് ക്രൈം സീനിൽ പോയിട്ട് വരയ്ക്കുന്ന, ഫിനിഷ്ഡ് സ്കെച്ച് ലാബിൽ ചെന്നിട്ട് സോഫ്റ്റ്വെയറിന്റെയും റൂളറൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്ന. വെരി ഗുഡ്, കറക്റ്റ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ യൂസ് ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സ്കെയിൽ. ഇനി ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സെക്യൂറിംഗ് ദ ക്രൈം സീൻ പെരിമീറ്റർ ഇസ് ടു. എന്തുകൊണ്ടാണ് ക്രൈം സീനിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ ക്രൈം സീനെ കവർ എന്താ ഒരു ബാരിക്കേഡിംഗ് ടേപ്പ് ഒക്കെ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത്? കൺട്രോൾ മീഡിയ ആക്സസ്, പ്രിവെന്റ് എവിഡൻസ് കണ്ടാമിനേഷൻ ആൻഡ് അൺഓതറൈസ്ഡ് എൻട്രി, മാർക്ക് വിറ്റ്നസ് ബൗണ്ടറീസ്, എസ്റ്റാബ്ലിഷ് ഫോട്ടോഗ്രാഫിക് ആംഗിൾസ്. ഓപ്ഷൻ ബി Option B. evidence contamination. Correct. Option D, prevent evidence contamination, unauthorized entry. Okay. What is the main difference between primary and secondary crime scenes? Option B, whether the crime actually occurred there. അപ്പൊ എന്താണ് പ്രൈമറി ക്രൈം സീനും സെക്കൻഡറി ക്രൈം സീനും? പ്രൈമറി ക്രൈം സീൻ ക്രൈം ഒക്കർ ചെയ്ത സ്ഥലം. സെക്കൻഡറി ക്രൈം സീൻ ക്രൈമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു സ്ഥലം. അപ്പൊ ഓപ്ഷൻ ബി. ഇനി a suspect's blood sample is collected and sealed at 5 p.m. but delivered to the forensic lab only after 20 hours at room temperature. What consequence is most likely? അതായത് ഒരു ബ്ലഡ് സാമ്പിൾ വൈകുന്നേരം 5 മണിക്ക് കളക്ട് ചെയ്ത് സീൽ ചെയ്തു, പക്ഷെ ഒരു 20 hours, ഒരു 20 മണിക്കൂറിന് ശേഷമാണ് ഫോറൻസിക് ലാബിലോട്ട് എത്തിച്ചത്. അവിടെ ഉണ്ടാകാവുന്ന ഒരു കോൺസിക്വൻസ് എന്തായിരിക്കും? ഓപ്ഷൻ എ DNA degradation due to bacterial growth, option B false positive in toxicology results test, option C chain of custody break, option D misidentification of victim. Option A ആണോ? ആണോ? ചെയിൻ ഓഫ് കസ്റ്റഡി ബ്രേക്ക്. ഓപ്ഷൻ എ ആണോ എന്ന് പറഞ്ഞ ആള് എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ ആണോ എന്ന് ചോദിച്ചത്? ഓപ്ഷൻ സി പറഞ്ഞവരും ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യണേ. ബിക്കോസ് ടൈം എടുക്കുമ്പോൾ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണല്ലോ. ഓക്കെ, ഇനി ഓപ്ഷൻ സി പറഞ്ഞവരുടെ ജസ്റ്റിഫിക്കേഷൻ. സാമ്പിൾ നമ്മുടെ എവിഡൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, ഓൺ ടൈമിൽ എത്തിക്കുക, അതെല്ലാം ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ വരില്ലേ മാം? ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ ഇതൊക്കെ വരും, പക്ഷെ നമ്മളുടെ ചോദ്യത്തില് പറഞ്ഞിട്ടുണ്ട് 5 മണിക്ക് കളക്ട് ചെയ്ത് സീൽ ചെയ്ത ബ്ലഡ് സാമ്പിളിനെ 20 hours റൂം ടെമ്പറേച്ചറിൽ അങ്ങനെ വെച്ചേക്കുമായിരുന്നു. നമ്മൾ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ഏത് പ്രിസർവേഷൻ നമ്മൾ പഠിച്ചിരുന്നു? ബ്ലഡിന്റെ പ്രിസർവേഷനിൽ നമ്മൾ ഏത് ഒരു ഒരു കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് ഈ ബ്ലഡിന്റെ പ്രിസർവേഷൻ നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു ആ കെമിക്കല്? EDTA. EDTA. ഇവിടെ EDTA കാര്യം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, പ്രോപ്പർ പ്രിസർവേഷന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. കളക്ട് ചെയ്തു സീൽ ചെയ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 20 hours റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ഒരു ബ്ലഡ് സാമ്പിള് എന്ത് സംഭവിക്കും? കണ്ടാമിനേറ്റഡ് ആവും, അതായത് അതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് നടക്കും. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ DNA ഡീഗ്രഡേഷൻ ആണ്. ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല എന്താണ് ഇതിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യമോ അല്ലെങ്കിൽ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യണ കാര്യമോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ റൂം ടെമ്പറേച്ചറിൽ 20 hours ഓപ്പണിൽ ഇരുന്ന സാധനം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഉണ്ടാവുന്ന ഒരു ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് DNA ഡീഗ്രഡേഷൻ ആണ്.
ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനില്? Ma'am, clear മിസ്സേ, ഈ Clear ആയോ? ടോക്സിക്കോളജി ടെസ്റ്റില് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടോക്സിക്കോളജി ടെസ്റ്റ് ആക്ച്വലി ചെയ്യുന്നത് നമ്മൾക്കിപ്പോ എന്തെങ്കിലും ഒരു ഡ്രഗിന്റെ ഡൗട്ട് വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പോയിസൺസ് ഉള്ളിൽ ചെന്നതോ അങ്ങനെ എന്തായിരിക്കും. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് യൂഷ്വലി ഒരു ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവിടെ നഷ്ടപ്പെടാനുള്ള, അവിടെ ഉണ്ടാവാൻ പറ്റുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ബ്ലഡ് എവിഡൻസ് കണ്ടാമിനേറ്റ് ആകാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫോൾസ് പോസിറ്റീവ് ഇൻ ടോക്സിക്കോളജി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ കൂടെ വേറെ ഏതെങ്കിലും സാധനം മിക്സ് ആയെന്ന് വിചാരിക്കാം. അപ്പോ നമുക്ക് ടോക്സിക്കോളജി ടെസ്റ്റിൽ എന്തെങ്കിലും മിസ്മാച്ച് വരും. പക്ഷെ ഇവിടെ അതും ഇതായിട്ട് ആപ്ലിക്കബിൾ അല്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് ബ്ലഡ് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് പ്രിസർവ് ചെയ്യാത്ത രീതിയിൽ എന്താണ് ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്നാണ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ DNA degradation due to bacterial growth. അപ്പൊ താങ്ക് യു ഫോർ ജോയിനിങ്.